തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെയാണ് ഒരു പൊതു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായാണ് CPIM-ന്റെ എല്ലാ തലത്തിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നാളെ കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏരിയ കമ്മിറ്റികൾ യോഗം ചെയ്യും. തുടർന്ന് അതിന് താഴെയുള്ള ഘടകങ്ങളും യോഗം ചെയ്യും. അതൊരു സമഗ്രമായ പരിശോധനയും ചർച്ചയുമാണ് നടക്കുക. അപ്പൊ അതിന്റെ പാതയിലാണ് ഞങ്ങൾ. ഇപ്പോ കൊല്ലം ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ യോഗം ചേർന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ഈ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. അപ്പൊ യോഗം ചേർന്നു, യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതേയില്ല. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളെ സംബന്ധിച്ച് വന്ന വാർത്ത, ഇപ്പൊ കൊല്ലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്ന വാർത്ത പക്ഷേ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ പ്രതിഫലനമല്ല. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. യോഗം കഴിഞ്ഞ് വാർത്തകൾ കാണുമ്പോ ഞാൻ പങ്കെടുത്ത കമ്മിറ്റിയെ കുറിച്ച് തന്നെയാണോ ഈ വാർത്ത എന്ന സംശയമാണ്. അപ്പൊ വാർത്തകൾ കുറെയൊക്കെ ഭാവനയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്തയായി വരുന്നത്. അപ്പൊ വാർത്തകളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ നല്ല ആഴത്തിലുള്ള പരിശോധന, സമഗ്രമായ പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള തുറന്ന ചർച്ച, അതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനപ്പുറമുള്ളതൊക്കെ പിന്നെ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തേ ഉള്ളൂ. അതിനെ കണക്കെടുക്കുന്നത് സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് പുറമെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM-നെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരായി മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ഒന്ന് ഷറഫ് അലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി വിഷയത്തിൽ സർക്കാരിന്റെ സമീപനം മോശമായിരുന്നു, അത് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, വിമർശിച്ചില്ല, അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ അകന്നു എന്ന് ഷറഫ് അലി കൃത്യമായി തന്നെ പറഞ്ഞു. ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏതാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പൊ ഓരോ അഭിപ്രായത്തെ കുറിച്ച് ഞാനിപ്പോ കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ അങ്ങനെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കും ഒന്നും തന്നെ പറയാനില്ല. പിന്നെ സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയാണ് ആവശ്യം. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. വിജയവും പരാജയവും ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന പ്രതികരണങ്ങളെ നമ്മൾ അങ്ങനെ കാണേണ്ടത്. എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണുള്ളത്. അങ്ങനെ രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ? അതും ഒരു തെറ്റായ പ്രവണതയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാലും വിജയം ഉണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിന്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുട്ടിക്കാണുക എന്നത് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. അതിനെയൊന്നും ഞങ്ങള് ഗൗരവമായി പരിഗണിക്കുന്നതില്ല. ഈ യോഗങ്ങളുടെ ഒരു പ്രധാന കാര്യം തോൽവി എങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ പഠിക്കൽ കൂടിയാണല്ലോ, പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും കൂടിയാണല്ലോ. അപ്പൊ അതിനു മുൻപ് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ പാർട്ടി? അതിനൊന്നും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു വിശകലനമാണ്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയൊന്നും ആരും തലയിലെടുത്ത് വെക്കുന്നില്ല, ഇടതുപക്ഷം തലയിലെടുത്ത് വെക്കുന്നേ ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഞങ്ങൾക്കെതിരെ നടക്കുന്ന ശക്തമായ വിമർശനവും ഒരു പരിധി കടന്നിട്ടുള്ള ആക്രമണവും അതൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശകലന രീതികളും ചർച്ചയും അതിന്റെ പരിശോധന സംവിധാനങ്ങളും എല്ലാം. അപ്പൊ പുറമേ നടക്കുന്ന ചർച്ചകൾ പുറത്തു മാത്രമുള്ളതാണ്. അത് ഞങ്ങൾ അപ്പാടെ സ്വീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPIഎമ്മിനെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ നിന്നു. അപ്പോ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തെയോ മനസ്സിലുണ്ടായിട്ടേ ഇല്ല. അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സമൂഹം കണ്ട് ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും വലതുപക്ഷ രീതികളാണ്. ഇപ്പോ UDF-ന് ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരിലേക്കെങ്കിലും ഇട്ട് അവരെ കുറ്റവിചാരണ ചെയ്ത് പിടിച്ചു പുറത്താക്കും. നമുക്കത് കണ്ടതാണ്. ഇപ്പോ 2016 UDF പരാജയപ്പെട്ടപ്പോ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി മാറ്റുന്നത് പുതിയൊരു പ്രതിപക്ഷ നേതാവ്. 2021 പരാജയം ആവർത്തിച്ചപ്പോൾ ഇത് വീണ്ടും നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റുന്നത് അതൊക്കെ ഒരു വലതുപക്ഷ രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്. കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇവർ ഈ ഏകാധിപത്യം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ അത് അവർക്കാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് അവർ പരാജയങ്ങൾ നേരിടുമ്പോൾ പരിഭ്രാന്തരാകുന്നു, ഒരു നേതാവിനെ പിടിച്ചങ്ങ് മാറ്റുന്നു, ആ നേതാവാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നു. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്, വലതുപക്ഷ സമീപനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂട്ടായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. ഇപ്പോ സെക്രട്ടറി മാത്രമല്ല CPM-നെ നയിക്കുന്നത്, കൂട്ടായ നേതൃത്വമാണ്. അതിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പരാജയം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലിട്ടിട്ട് ഈ പരാജയത്തിൽ ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയുന്ന രീതിയല്ല. അപ്പൊ ഞങ്ങൾ കൂട്ടായി പരാജയത്തെ ധീരമായി നേരിടും. പരാജയ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കും, തുറന്ന മനസ്സോടെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷക്കാരല്ലാത്തവരുടെ അഭിപ്രായങ്ങളെയും ഞങ്ങൾ വിലമതിക്കും. അതിന്റെ എല്ലാം ഭാഗമായി കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങൾ ഇതിനെല്ലാം ഒരു സ്വാഭാവികമായ കാര്യമായിട്ടേ കാണുന്നുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപും ഇടതുപക്ഷം കേരളത്തിൽ ശക്തമായ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, കനത്ത തിരിച്ചടികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ളത്ര തന്നെ MLA-മാരില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ 0 MP-മാർ മാത്രം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അഭിമുഖീകരിച്ചാണ് കടന്നു വന്നത്. പരാജയങ്ങളിൽ തളർന്ന നിരാശാഭരിതരായി നാടുവിട്ടു പോകുന്ന സാഹചര്യം അല്ല ഇടതുപക്ഷത്തുള്ളത്. പരാജയവും വിജയവും മനസാന്നിധ്യത്തോടെ പരിശോധിക്കുകയും വിജയിക്കുമ്പോൾ വിജയത്തിലൂടെ കൈവരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുമ്പോൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ തിരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അതിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇതൊന്നും ഞങ്ങളെ ഒരു പരിധിക്കപ്പുറം ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്ന കാര്യമേ അല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെന്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെന്റ് രൂപീകരിക്കും. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ സൂചനയാണ് ഇപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി പങ്കെടുത്തത്. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു മാതൃകയാണ് കാണിച്ചത്. അതേസമയം 2021 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായിരുന്നു അനുഭവം? എന്തായിരുന്നു ഗവൺമെന്റിനോട് അന്നത്തെ പ്രതിപക്ഷം ഉടനീളം സ്വീകരിച്ച സമീപനം? ഇനി അങ്ങനെയേ ആയിരിക്കില്ല. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിന്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ മനസ്സാണ് ഉണ്ടാകുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്.
ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവമല്ല, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നാണ് ഇപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന. ഇപ്പോ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോ ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അങ്ങനെ വിമർശിച്ചും ആക്രമിച്ചു പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോവുക, ജനങ്ങളുടെ മുൻപാകെ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിന്റെ സമീപനം അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ സർക്കാരിനോടുള്ള നിലപാട്. അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിച്ചാൽ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യും, പ്രതിഷേധത്തിന്റെ നിലയിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അപ്പോ ഒരു മുൻവിധിയിലേക്കും ഞാൻ കടക്കുന്നില്ല. പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. LDFന്റെ അത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിമർശനത്തിനും വലിയ പ്രത്യേകത്തിനും ഇടയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്? അത് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളും പെടും. കേരളത്തിൽ വലതുപക്ഷത്തിനൊരു പ്രിവിലേജ് ഉണ്ട്. വലതുപക്ഷത്തിന് പ്രിവിലേജ് ഉണ്ട്. ഇടതുപക്ഷത്തിന് വളരെ സൂക്ഷ്മമായ ഒരു പെശകെങ്കിലും പറ്റിയാൽ അത് പൊറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹം കരുതുന്നത്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടുകൂടിയാവും. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും. നേരിയ ഒരു പെശക് പോലും സംഭവിക്കരുത് ഇടതുപക്ഷത്തിന് എന്നത് ഇടതുപക്ഷത്തോടുള്ള പൂർവ്വം വിശ്വാസവും കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലതുപക്ഷത്തിന് വലിയൊരു പ്രിവിലേജ് കിട്ടാറുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുക, കോൺഗ്രസിൽ അതൊക്കെ കുറച്ചുണ്ടാവും, അതൊരു വകവെച്ചു കൊടുത്ത പോലെ. മറിച്ച് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനൊരു നേരിയ പെശക് പോലും പറ്റരുത് എന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹത്തെ മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വലതുപക്ഷത്തിന് പക്ഷേ പലപ്പോഴും ഈ പ്രിവിലേജ് കിട്ടാറുണ്ട്. ആ പ്രിവിലേജ് എത്രത്തോളം ആകാം എന്നത് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വലതുപക്ഷത്തെ സമ്പൂർണമായും ജനവിരുദ്ധമാക്കുന്നതിലേക്ക് നയിക്കുന്നത്ര പ്രിവിലേജ് കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണമായിരിക്കില്ല. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പോ ദീർഘകാലം വിദ്യാഭ്യാസ കാലം മുതൽ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പടിപടിയായി രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു വന്ന ഒരാളെ പോലും അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ആക്ഷേപിക്കുന്നതിനാണ് കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എത്ര ഹീനമായ ആക്ഷേപങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. ഇപ്പോഴാണ് ഇപ്പോ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ നല്ലൊരു പങ്ക് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെട്ടവരാണ്. അതൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാൻ അവരെ ഒന്നും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാനോ ഞങ്ങളെ ആക്ഷേപിച്ചതുപോലെ തിരിച്ചു പറയാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കടന്നു വന്ന വഴി അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ മികച്ച നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഈ പറഞ്ഞത് പ്രസക്തമാണ്. വലതുപക്ഷത്തിന്റെ പ്രിവിലേജ് നമ്മുടെ ജനാധിപത്യത്തെ ദുഷിപ്പിക്കുന്നതായി മാറാൻ പാടില്ല. അപ്പൊ അത്രമാത്രം പ്രിവിലേജ് വേണമെന്നുള്ളത് നമ്മുടെ സമൂഹം ചിന്തിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. മാധ്യമങ്ങളും ആലോചിച്ചാൽ നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ.